ജില്ലയിൽ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് മുൻതൂക്കം. നാട്ടികയിൽ UDF-ന് അട്ടിമറി ജയം. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ BJP സീറ്റ് നിലനിർത്തി. ചൊവ്വന്നൂർ പൂച്ചപ്പുള്ളി വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെയും കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുമായിരുന്നു പ്രതിഷേധം. ഏകാദശി പ്രഭയിൽ ഗുരുപവനപുരി. ദർശന പുണ്യം തേടി ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്ക്. തിരുവല്ലുവാമല പുനർജനി നൂഴൽ ഭക്തിസാന്ദ്രമായി. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി നഗറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. കയ്പമംഗലം കാക്കാത്തുരുത്തിയിൽ 3 പേർക്ക് കടന്നൽ കുത്തേറ്റു. വാടാനപ്പള്ളിയിൽ തെരുവുനായ ഓടിച്ചതിനെ തുടർന്ന് സൈക്കിളിൽ നിന്ന് വീണ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. കൊട്ടേക്കാട് മറിഞ്ഞ ബൈക്ക് വീണ്ടും ഓൺ ചെയ്യുന്നതിനിടയിൽ തീപിടിച്ച് പൊള്ളലേറ്റ യുവാവ് മരിച്ചു. പേരാമംഗലം സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. കൊടകരയിൽ 23 കിലോ കഞ്ചാവുമായി മധ്യവയസ്കൻ പിടിയിൽ. പൂപ്പത്തി സ്വദേശി പൂപ്പത്തി ഷാജിയെ ആണ് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. വാർത്തകൾ വിശദമായി. നാട്ടിക പഞ്ചായത്ത് 9ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF അട്ടിമറി വിജയം. UDF സ്ഥാനാർത്ഥി P. വിനു 115 വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ് UDF പിടിച്ചെടുത്തത്. ഇതോടെ പഞ്ചായത്ത് ഭരണം LDF-ന് നഷ്ടമായേക്കും. പോൾ ചെയ്ത 1107 വോട്ടിൽ UDF 525, LDF 410, NDA 172 എന്നിങ്ങനെ വോട്ടുകൾ നേടി. കഴിഞ്ഞ തവണ LDF-ന് 260 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ച വാർഡാണ് ഇത്. 14-അംഗ ഭരണസമിതിയിൽ UDF 6, LDF 5, NDA 3 എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ കക്ഷിനില. ഇതോടെ LDF-ന് ഭരണം നഷ്ടമായേക്കും. വാർഡ് മെമ്പറായിരുന്ന KB ഷൺമുഖന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് നിലനിർത്തി. BJP-യിലെ ഗീതാ റാണി 69 വോട്ടുകൾക്ക് വിജയിച്ചു. ആകെ പോൾ ചെയ്ത 603 വോട്ടിൽ ഗീതാ റാണി 269 വോട്ട് നേടി. UDF സ്ഥാനാർത്ഥി PU സുരേഷ് കുമാർ 203 വോട്ടും LDF സ്ഥാനാർത്ഥി GS സുരേഷ് 131 വോട്ടും നേടി. അഡ്വക്കേറ്റ് DT വെങ്കടേശ്വരൻ കൌൺസിലർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് 41ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ചൊവ്വന്നൂർ പൂച്ചപ്പുള്ളി 3ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം. കോൺഗ്രസ് സ്ഥാനാർത്ഥി സെബി മണ്ടുമ്പാലാണ് 404 വോട്ട് നേടി 25 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. LDF 379, BJP 69 എന്നിങ്ങനെ വോട്ടുകൾ നേടി. ചൊവ്വന്നൂർ മാർത്തോമ LP സ്കൂൾ, മരത്തംകോട് ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് പോളിംഗ് നടന്നത്. 1029 വോട്ടർമാരിൽ 852 വോട്ടർമാർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ജോൺ മാസ്റ്ററുടെ നിര്യാണത്തെ തുടർന്നാണ് പഞ്ചായത്തിലെ 3ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെയും കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടും കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. കോൺഗ്രസ് അംഗങ്ങൾ പ്ലക്കാർഡുകളുമായി മുദ്രാവാക്യം വിളികളോടെ കൌൺസിൽ ഹാളിന്റെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. BJP അംഗങ്ങൾ പ്ലക്കാർഡുകളും കത്തിച്ച മെഴുകുതിരികളുമായി പ്രതിഷേധിച്ചു. നടുത്തളത്തിലിറങ്ങിയ കോൺഗ്രസ് കൗൺസിലർമാരോട് സീറ്റിൽ പോയിരിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും പ്രതിഷേധം തുടർന്നപ്പോൾ മേയർ ബെല്ലടിച്ച് കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. അജണ്ട ഇനങ്ങൾ വായിച്ചു തുടങ്ങുന്നതിന് മുൻപായുള്ള ചർച്ചയിലാണ് വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെയും കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടും പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചത്. KSEB-യേക്കാൾ ഉയർന്ന നിരക്കിലാണ് കോർപ്പറേഷൻ വൈദ്യുതി ചാർജ് ഈടാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലനും കൗൺസിലർ ജോൺ ഡാനിയലും ആരോപിച്ചു. നിരക്ക് വർധനയ്ക്കെതിരെ സംയുക്ത പ്രമേയം പാസാക്കി സർക്കാരിന് അയക്കണമെന്നും കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് പുനർനിർമ്മാണത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും രാജൻ ജെ പല്ലനും
BJP കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരിയും ആവശ്യപ്പെട്ടു. 10 കോടി രൂപ ചെലവ് വരുന്ന റോഡ് നിർമ്മാണ പദ്ധതി 2.5 കോടി വീതമുള്ള 4 ഭാഗമാക്കി വിഭജിച്ചത് അഴിമതിക്കായിരുന്നുവെന്നും റോഡിൽ 17 ഇടങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായത് നിർമ്മാണത്തിലെ വീഴ്ചയാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. അതേസമയം LDF കൗൺസിലർമാരായ സാറാമ റോബ്സൺ, സതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ പ്രതിപക്ഷവാദങ്ങളെ പ്രതിരോധിച്ചു. മേയർ ഇറങ്ങിപ്പോയതോടെ അജണ്ട ഇനങ്ങൾ വായിക്കാതെ പാസാക്കാൻ കോൺഗ്രസും LDFും ചേർന്ന് ഒത്തുകളിക്കുകയായിരുന്നുവെന്ന് BJP കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി ആരോപിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഏകാദശി പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് 10,000 എത്തി. രാവിലെ 6:30 പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു. പല്ലശന മുരളി, കലാമണ്ഡലം ഹരിനാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ കൊമ്പൻ ഗോകുൽ തിടമ്പേറ്റി. കെ സുഭാഷിന്റെ നേതൃത്വത്തിലുള്ള നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ രാവിലെ 9 മണിക്ക് മുൻപ് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. ക്ഷേത്രത്തിൽ രാവിലെ നടന്ന വിശേഷാൽ കാഴ്ച ശിവേലിക്ക് കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി. ഗുരുവായൂർ ശശിമാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. ഭക്തർക്ക് ദേവസ്വം ഏകാദശി വിഭവങ്ങളോടെയുള്ള പ്രസാദ ഊട്ട് നൽകി. അന്നലക്ഷ്മി ഹാളിലും തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലുമായാണ് പ്രസാദ ഊട്ട് ഒരുക്കിയത്. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ VIP ദർശനം അനുവദിച്ചില്ല. ക്ഷേത്രനഗരിയിൽ കർശന ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. 300ഓളം പോലീസുകാരെയാണ് ക്ഷേത്രനഗരിയിൽ വിന്യസിച്ചിരിക്കുന്നത്. ദേവസ്വം വക ചുറ്റുവിളക്കോടെയാണ് ക്ഷേത്രത്തിൽ ഏകാദശി ആഘോഷിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഏകാദശി ദിവസമുണ്ടാകാറുള്ള ഉദയാസ്തമന പൂജ ഇത്തവണ ഇല്ല. ഭക്തർക്ക് ഇടതടവില്ലാതെ സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യത്തിനായാണ് ദേവസ്വം ഉദയാസ്തമന പൂജ ഒഴിവാക്കിയത്. ഭക്തിയുടെ പര്യായമായ ചുറ്റുവിളക്കിന്റെ ദീപപ്രഭയിൽ 1 മാസം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്ക് ഏകാദശിയോടെ സമാപനമാകും. തിരുവല്ലുവാമല പുനർജനി നൂടൽ ഭക്തിസാന്ദ്രമായി. ഗുരുവായൂർ ഏകാദശി ദിവസമായ വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി ദിവസമായ ഇന്ന് പുലർച്ചെയാണ് ആചാരപ്രകാരം പുനർജനി നൂടൽ ആരംഭിച്ചത്. വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്ന് വാദ്യഘോഷങ്ങളോടെ പൂജാരിയും സംഘവും ഗുഹാമുഖത്തെത്തി പൂജകൾക്ക് ശേഷം നെല്ലിക്ക ഗുഹയിലേക്ക് ഉരുട്ടിയതിനു ശേഷം നൂഴൽ ആരംഭിച്ചു. പുനർജനിയുമായി ബന്ധപ്പെട്ട ഗണപതി തീർത്ഥം, പാപനാശിനി തീർത്ഥം, പാതാള തീർത്ഥം, അമ്പുതീർത്ഥം, കൊമ്പുതീർത്ഥം എന്നിവിടങ്ങളിൽ ഭക്തർ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് മടങ്ങുക. കൊച്ചിൻ ദേവസ്വം ബോർഡും തിരുവല്ലുവാമല പഞ്ചായത്തും സേവാഭാരതിയും വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്നത്. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി നഗറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. കാടർ വീട്ടിൽ പരമേശ്വരൻ ഭാര്യ 71 വയസ്സുള്ള മീനാക്ഷിയാണ് മരിച്ചത്. ആനപ്പാന്തം വനത്തിലെ കടുക്കാത്തോടിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. കയ്പമംഗലം കാക്കാത്തുരുത്തിയിൽ 3 പേർക്ക് കടന്നൽ കുത്തേറ്റു. കാക്കാത്തുരുത്തി LBS കോളനിക്ക് സമീപത്ത് താമസിക്കുന്ന രായമരയ്ക്കാർ വീട്ടിൽ സിദ്ദിഖ്, ഭാര്യ ഷെരീഫ, മതിലകത്ത് വീട്ടിൽ അൻസാർ എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരത്തിലാണ് ഭീമൻ കടന്നൽ കൂടുള്ളത്. പരുന്തുവന്ന് കൂടിളക്കിയതിനെ തുടർന്ന് കടന്നൽക്കൂട്ടം പരിസരവാസിയായ സിദ്ദിഖിനെയും ഷെരീഫയെയും ആക്രമിക്കുകയായിരുന്നു. ഇവരെ രക്ഷിക്കാനെത്തിയ അൻസാറിനും കുത്തേൽക്കുകയായിരുന്നു. സംഭവമറിഞ്ഞ് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. വാടാനപ്പള്ളിയിൽ തെരുവുനായ ഓടിച്ചതിനെ തുടർന്ന് സൈക്കിളിൽ നിന്ന് വീണ വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റു. വാടാനപ്പള്ളി അമ്പലത്ത് വീട്ടിൽ സഗീറിന്റെ മകൻ അദ്നാനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ അദ്നാനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫ്രണ്ട്സ് റോഡിൽ വെച്ചായിരുന്നു സംഭവം. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് സൈക്കിളിൽ പോകുന്നതിനിടെ തെരുവ് നായ്ക്കൾ ഓടിക്കുകയായിരുന്നു. കൊട്ടേക്കാട് മറിഞ്ഞ ബൈക്ക് വീണ്ടും ഓൺ ചെയ്യുന്നതിനിടെ തീപിടിച്ച് പൊള്ളലേറ്റ യുവാവ് മരിച്ചു. പേരാമംഗലം സ്വദേശി 26 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. ബൈക്ക് മറിഞ്ഞ ശേഷം വീണ്ടും ഓൺ ചെയ്തപ്പോൾ ടാങ്കിൽ നിന്ന് ചോർന്ന ഇന്ധനത്തിന് തീ പിടിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്നു വിഷ്ണു. കൊട്ടേക്കാട് പള്ളിക്ക് മുൻപിൽ ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. തീപിടുത്തത്തിൽ ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്.
കൊടകരയിൽ 23 കിലോ കഞ്ചാവുമായി മധ്യവയസ്കനെ ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. മാള പൂപ്പത്തി സ്വദേശി നെടുമ്പറമ്പിൽ വീട്ടിൽ ഷാജിയെ ആണ് ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ദേശീയപാതയോരത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും പിടികൂടിയത്. 50ഓളം ലഹരിമരുന്ന് കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി സംശയാസ്പദമായ നിലയിൽ റോഡരികിൽ ഇയാളെ കണ്ടപ്പോൾ ചോദ്യം ചെയ്തപ്പോഴാണ് കൈവശം ഉണ്ടായിരുന്ന ബാഗുകളിൽ കഞ്ചാവാണെന്ന് വ്യക്തമായത്. ഒറീസയിൽ നിന്നും ട്രെയിൻ മാർഗം എത്തിച്ച കഞ്ചാവ് ചാലക്കുടിയിലും പരിസരങ്ങളിലും ഏജന്റുമാർക്ക് വിതരണം ചെയ്യാനാണ് പദ്ധതിയിട്ടിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ഉല്ലാസ് കുമാർ, ചാലക്കുടി സിഐ സജീവ് എം കെ, കൊടകര സിഐ ദാസ് പി കെ, സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപൻ എൻ വി, പി അരിസ്റ്റോട്ടിൽ, എൻ എസ് റെജിമോൻ തുടങ്ങിയവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഊരകത്ത് കാർ ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി. ശ്രീവിനായക ഹോട്ടലിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ഹോട്ടലിലുണ്ടായിരുന്ന ഗ്യാസ് ഏജൻസി ജീവനക്കാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കുന്നംകുളത്ത് നടന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സമ്പൂർണ്ണമായി തത്സമയം സംപ്രേഷണം ചെയ്യുവാൻ TCVയോട് സഹകരിച്ച ബഥനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അധികൃതർക്ക് TCVയുടെ മെമൻഡോ കൈമാറി. TCV ചാനൽ സബ് കമ്മിറ്റി കൺവീനർ PM നാസറിൽ നിന്ന് ബഥനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC മെമൻഡോ ഏറ്റുവാങ്ങി. ബഥനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് OIC, ബഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് പ്രിൻസിപ്പാൾ CL ജോഷി, COA ജില്ലാ കമ്മിറ്റി അംഗം AH ഹാരിസ്, TCV ബ്യൂറോ ചീഫ് മുകേഷ് ലാൽ, പ്രോഗ്രാം പ്രൊഡ്യൂസർ സൂരജ് കൃഷ്ണ, ടെക്നിക്കൽ ഹെഡ് PG ലിയോൺസ് എന്നിവർ സന്നിഹിതരായിരുന്നു. റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിയ തൃശൂർ സ്വദേശികളെ നാട്ടിലെത്തിക്കാൻ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട കുടുംബാംഗങ്ങൾ. വടക്കാഞ്ചേരി തെക്കുംകര കുത്തുപാറ സ്വദേശി തെക്കേമുറിയിൽ ജെയിൻ കുര്യൻ, സഹോദരി ഭർത്താവ് കുട്ടനല്ലൂർ തോളത്ത് വീട്ടിൽ ബിനിൽ ബാബു എന്നിവരാണ് റഷ്യയിൽ നിർബന്ധിത പട്ടാള ജോലി ചെയ്യേണ്ട അവസ്ഥയിൽ അകപ്പെട്ടത്. 2024 ഏപ്രിൽ 24-നാണ് പോളണ്ടിൽ മികച്ച ശമ്പളമുള്ള ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികൾക്കെന്ന് പറഞ്ഞ് ഏജന്റ് ഇവരെ കൊണ്ടുപോയത്. എന്നാൽ ഇവരെത്തിപ്പെട്ടത് റഷ്യയിലെ കൂലിപ്പട്ടാളത്തിലാണ്. അപകടകരമായ ഒന്നും ചെയ്യേണ്ടതില്ലെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് യുദ്ധമുഖത്തെത്തിച്ചതായും ബന്ധുക്കൾ പറയുന്നു. ആദ്യമെല്ലാം ഇവർ വീട്ടുകാരുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ജീവനോടെ തിരിച്ചെത്തുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലെന്ന് അവസാനം വിളിച്ചപ്പോൾ ഇരുവരും അറിയിച്ചതായി ബന്ധുക്കൾ പറയുന്നു. അതേസമയം വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തെ ബന്ധപ്പെട്ടെങ്കിലും അനുകൂല നടപടിയുണ്ടായില്ലെന്ന് DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ പറഞ്ഞു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള പ്രവാസി കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ആവശ്യപ്പെട്ടു. അതിരപ്പള്ളി ചാലക്കുടി പുഴയിൽ ഭീതി വിതച്ച് മുതലകളും ചീങ്കണ്ണികളും. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ മുതൽ വെറ്റിലപ്പാറ വരെയുള്ള ഭാഗങ്ങളിലാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മുതലകളും ചീങ്കണ്ണികളും പെരുകിയത്. കയങ്ങളും ആഴമേറിയ പാറയിടുക്കുകളും കേന്ദ്രീകരിച്ചാണ് ചീങ്കണ്ണികളുടെയും മുതലകളുടെയും വാസം. കണ്ണൻകുഴി, വെറ്റിലപ്പാറ, തുമ്പൂർമൊഴി, പത്തേയാർ തുടങ്ങിയ സ്ഥലങ്ങളിലും പുഴയിൽ സ്ഥിരമായി ചീങ്കണ്ണികളെ കാണുന്നു. മുതലകളും സ്ഥിരമാണ്. കൊന്നക്കുഴിയിലെ വിരിപ്പാറയിലും ഈയിടെ ചീങ്കണ്ണികൾ പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ വർഷം പുഴയോടനുബന്ധിച്ചുള്ള തോട്ടിൽ നിരവധി ചീങ്കണ്ണി കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിരുന്നു. പ്രളയത്തിനു ശേഷമാണ് ചീങ്കണ്ണികളും മുതലകളും പുഴയിൽ പെരുകിയതെന്ന് നാട്ടുകാർ പറയുന്നു. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ ഇവ സ്ഥിരവാസക്കാരുമാണ്. ചാലക്കുടി പുഴയിലെ മത്സ്യക്കലവറ ഇവയുടെ പൊറുതിക്ക് അനുകൂല ഘടകമായി പറയുന്നു. ചതുപ്പൻ മുതലകൾ എന്ന് പ്രാദേശികമായി വിളിക്കുന്ന മുതലകളെയാണ് കൂടുതൽ അതിരപ്പള്ളി മേഖലയിൽ കാണുന്നത്. സാധാരണ പുഴയിലെ ആഴങ്ങളിൽ കഴിയുന്ന ഇവ ഉച്ചയോടെ വെയിലേൽക്കാൻ പാറപ്പുറത്തും പുഴയോരത്തും കിടക്കുകയും ചെയ്യുന്നുണ്ട്. ആളനക്കമില്ലാത്ത സ്ഥലങ്ങളിൽ ഇവ മണലിൽ വന്ന് മുട്ടയിടുകയാണ്. പുഴയിൽ വിവിധയിനം മുതലകളുടെയും ചീങ്കണ്ണിയുടെയും സാന്നിധ്യമുണ്ടെങ്കിലും ഇതുവരെയും ആർക്കും ഉപദ്രവമുണ്ടായിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. എങ്കിലും പുഴയിൽ ഇറങ്ങുന്ന വിനോദസഞ്ചാരികൾ ജാഗ്രത പുലർത്തണമെന്നാണ് വനപാലകരുടെ നിർദ്ദേശം. TCV ചാലക്കുടി. വടക്കാഞ്ചേരിയിൽ തെരുവ് നായ്ക്കൾ വളർത്തു കോഴികളെ കൊന്നു. കുമ്പളങ്ങാട് പന്തലങ്ങാട്ട് വിനോദിന്റെ വീട്ടിൽ ഇന്നലെ രാത്രിയിലാണ് സംഭവം. വിനോദിന്റെ 30 കോഴികളെയാണ് നായ്ക്കൾ കൊന്നത്. കുമ്പളങ്ങാട് മേഖലയിൽ നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്.
മൈസൂരിൽ ഉണ്ടായ വാഹനാപകടത്തിൽ തിരുവത്ര അത്താണി സ്വദേശിയായ MBBS വിദ്യാർത്ഥി മരിച്ചു. പാലപ്പെട്ടി യൂസഫ് മകൻ 22 വയസ്സുള്ള അബിൻ ആണ് മരിച്ചത്. മൃതദേഹം മൈസൂർ നെഞ്ചങ്കോട് സർക്കാർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 1ാം വർഷ MBBS വിദ്യാർത്ഥിയാണ് അബിൻ യൂസഫ്. തൃശൂർ ചെമ്പോട്ടിൽ ലൈനിൽ കാനയുടെ സ്ലാബുകൾ വാഹനം കയറി തകർന്ന നിലയിൽ. കഴിഞ്ഞ ദിവസം രാവിലെയാണ് കാനയുടെ സ്ലാബുകൾ തകർന്ന നിലയിൽ കണ്ടെത്തിയത്. രാത്രിയിൽ ഇതുവഴിയെത്തിയ വാഹനം സ്ലാബിന് മുകളിലൂടെ കയറിയതാകാം സ്ലാബുകൾ തകരാൻ ഇടയാക്കിയതെന്നാണ് സംശയിക്കുന്നത്. സമാനമായ രീതിയിൽ കാനയുടെ പല ഭാഗത്തും സ്ലാബുകൾ ഇളകി അപകടാവസ്ഥയിലായതുകൊണ്ട് കയർ കെട്ടി തിരിച്ചിരിക്കുന്നതിനാൽ കാൽനട യാത്രക്കാർ റോഡിലൂടെ ഇറങ്ങിയാണ് ഇപ്പോൾ നടക്കുന്നത്. കോർപ്പറേഷനിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വരുന്നവരും ഇവിടെയുള്ള വ്യാപാരികളും ഇതുമൂലം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. കോർപ്പറേഷന്റെ കൺമുന്നിൽ തന്നെയുള്ള കാനയുടെ തകർന്നു കിടക്കുന്ന സ്ലാബെങ്കിലും അടിയന്തരമായി മാറ്റി സ്ഥാപിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. തൃശൂർ സ്വരാജ് റൗണ്ടിൽ യുവാവിന്റെ സ്കേറ്റിംഗ് അഭ്യാസം. ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയിൽ പിടിച്ച് യുവാവിന്റെ യാത്ര. പ്രകടനം റോഡിൽ തിരക്കേറിയ സമയത്തായിരുന്നു. ബസ്സുകൾക്കിടയിലൂടെയായിരുന്നു യുവാവിന്റെ സ്കേറ്റിംഗ് പ്രകടനം. ഇന്നലെയായിരുന്നു സംഭവം. വടക്കേ സ്റ്റാൻഡ് മുതൽ MG റോഡ് വരെയായിരുന്നു യുവാവിന്റെ അഭ്യാസ പ്രകടനം. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്ക് മാർച്ചിൽ നടത്താൻ തീരുമാനം. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമെന്ന് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി അറിയിച്ചു. മാള മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് മുണ്ടിനീര് സ്ഥിരീകരിച്ചു. ആദ്യം രോഗം ബാധിച്ച 5 പേർക്ക് ഭേദമായെങ്കിലും ഇപ്പോൾ 2 വിദ്യാർത്ഥികൾക്ക് കൂടി മുണ്ടിനീര് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരീക്ഷ നടക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ രോഗം വ്യാപിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. ഉമിനീർ ഗ്രന്ഥികളെ ബാധിക്കുന്ന രോഗം പരത്തുന്നത് വൈറസുകളാണ്. എന്നാൽ രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ് സർക്കാർ ആശുപത്രികളിൽ വർഷങ്ങളായി ലഭ്യമല്ല. പ്രതിരോധ കുത്തിവയ്പ്പിനായി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. രോഗം ബാധിച്ചാൽ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ ലഭ്യമാണെന്നും വായുവിലൂടെ പകരുന്ന മുണ്ടിനീര് ബാധിച്ചവരെ ക്വാറന്റീനിൽ താമസിപ്പിക്കേണ്ടതാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. അന്താരാഷ്ട്ര വാട്ടർ വീക്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബിയെ മൂലംകുളം പാർവണം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഉപഹാര സമർപ്പണവും ട്രസ്റ്റിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ സബ് ഇൻസ്പെക്ടർ CS കൃഷ്ണനുണ്ണിയെയും ചടങ്ങിൽ ആദരിച്ചു. PR ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PS അഭിലാഷ്, അധ്യാപിക PG ഷീല, ഗീത സുരേഷ്, PB ബിനോയ് എന്നിവർ സംസാരിച്ചു. കേരള പോലീസ് അക്കാദമി സബ് ഇൻസ്പെക്ടർ CS കൃഷ്ണനുണ്ണി അവർ CPM മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. ഏരിയ കേന്ദ്രമായ പാവറട്ടിയിൽ മുരളി പെരുന്നെല്ലി MLA പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി CK വിജയൻ, PA രമേശൻ, AK ഹുസൈൻ, KP ആലി, VG സുബ്രഹ്മണ്യൻ, PG സുബിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 20 മുതൽ 23 വരെയാണ് ഏരിയ സമ്മേളനം നടക്കുക. SDPI പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ പാവറട്ടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം സെക്രട്ടറി VM അബ്ദുൽ ഹക്കീം പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് P നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. NA സിദ്ദിഖ്, VK ഷംസുദ്ദീൻ, PV ഹുസൈൻ, MS നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പുതിയ OP ബ്ലോക്കിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. TK സന്തോഷ് കുമാർ, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ മെഡിക്കൽ ഓഫീസർ TP ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രോഗ്രാം ഓഫീസറായിട്ടുള്ള ഡോക്ടർ സജീവ് കുമാർ, ഡോക്ടർമാര്, ഇവിടുത്തെ സ്റ്റാഫ്, ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. ചെമ്പുക്കാവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഹാളിൽ നടന്ന സമ്മേളനം CITU തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു.
അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KV ജോസ് അധ്യക്ഷത വഹിച്ചു. EBCWA CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സിബു, C ഫ്രാൻസിസ്, ഡേവി, MS ജോഷി, NG സന്ദീപ്, AJ പോൾ, C പ്രദീപൻ, PV സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ക്രൈസ്തവ സഭകളുടെ ആഭിമുഖ്യത്തിൽ ഗ്ലോറി ഫെലോഷിപ്പ് ഒരുക്കുന്ന മ്യൂസിക് ഫെസ്റ്റ് 14-15 തീയതികളിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കും. ചലച്ചിത്ര സംവിധായകൻ സിബി മലയിൽ മ്യൂസിക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ ഡോക്ടർ AC ജോസ്, CV ലാസർ, ടോണി D ചെവൂക്കാരൻ, ബെൻ റോജർ, PB ജേക്കബ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPI നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനത്ത് കൂട്ടധർണ നടത്തി. പെരിഞ്ഞനം സെന്ററിൽ നടത്തിയ ധർണ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA, അഡ്വക്കേറ്റ് AD സുദർശനൻ, VA കൊച്ചുമൊയ്തീൻ, സായിദ മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേശ്, കടങ്ങോട് ഗ്രാമീണ വായനശാല പ്രസിഡന്റ് UV ഗിരീഷ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആവിഷ്കാറിന്റെ 16ാമത് ഫോട്ടോ പ്രദർശനം നാളെ ആരംഭിക്കും. ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ഉച്ചതിരിഞ്ഞ് 3-ന് സിനിമാ നിരൂപകൻ I ഷൺമുഖദാസ് ഉദ്ഘാടനം ചെയ്യും. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന പ്രദർശനം 18-ന് അവസാനിക്കും. ഭാരവാഹികളായ രാജൻ കുറ്റൂർ, രാജേഷ് നാട്ടിക, മുഹമ്മദ് സഫി, അരവിന്ദൻ മണലി, പ്രദീപ് കുന്നമ്പത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ജനങ്ങൾക്കെതിരെ നടക്കുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ച് ഇരിഞ്ഞാലക്കുടയിൽ സെമിനാർ സംഘടിപ്പിച്ചു. ബംഗ്ലാദേശ് ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സെമിനാർ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി P സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. RSS തൃശൂർ വിഭാഗ് സംഘചാലക് KS പത്മനാഭൻ അധ്യക്ഷനായിരുന്നു. കാസ സംസ്ഥാന പ്രസിഡന്റ് റിജോ മംഗലത്ത്, EP ഉണ്ണികൃഷ്ണൻ, ജ്യോതു കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ബംഗാൾ ഭാരതത്തിന്റെ ഭാഗമായിരുന്നു, നമുക്കറിയാം. ആ ബംഗാളിൽ ശക്തി പൂജയുടെ നാടായിരുന്നു ബംഗ്ലാദേശ്. കോസ്മെറ്റിക്സ് നിർമ്മാണ സംരംഭത്തിലൂടെ വളർന്ന് ബിസിനസ് രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീലക്ഷ്മി എന്ന തൃശൂരിലെ വനിതാ സംരംഭക പുതുതലമുറയ്ക്ക് മാതൃകയാകുന്നു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് ശ്രീലക്ഷ്മി തൃശൂരിൽ പുതിയതായി ആരംഭിച്ച കോ വർക്കിംഗ് സ്പേസ് എന്ന ആശയത്തിനും വൻ സ്വീകാര്യത. അധ്യാപന ജീവിതത്തിൽ നിന്നും ഒരു ബിസിനസ് സംരംഭകയിലേക്കുള്ള ശ്രീലക്ഷ്മിയുടെ വളർച്ച അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ ഇവരുടെ ഇച്ഛാശക്തി തന്റെ പരാജയത്തിൽ നിന്നും താൻ നേരിട്ട അപമാനത്തിൽ നിന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. വെറും 630 രൂപയും ഒരു കറ്റാർ വാഴത്തണ്ടുമായി ആരംഭിച്ച സോപ്പ് നിർമ്മാണം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന കോസ്മെറ്റിക്സ് ബിസിനസ് സംരംഭമായി വളർത്തിയെടുക്കാൻ ശ്രീലക്ഷ്മിക്ക് കഴിഞ്ഞു. പ്രതിസന്ധിയുടെ ഓരോ പടവുകളും ഓരോന്നായി ചവിട്ടിക്കയറിയ ഈ യുവ ബിസിനസ് സംരംഭക ഇന്ന് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് തൃശൂർ MG റോഡിൽ ആരംഭിച്ചിരിക്കുന്ന കോ വർക്കിംഗ് സ്പേസ് എന്ന ആശയം ബിസിനസ് മേഖലയിലെ വേറിട്ട സംഭവമായി മാറുകയാണ്. തൃശൂർ MG റോഡിലുള്ള അനന്യ ടവറിലെ IT പാർക്കിൽ 15,000 ചതുരശ്ര അടി കെട്ടിടം വാടകയ്ക്കെടുത്താണ് കോ വർക്കിംഗ് സ്പേസ് എന്ന ആശയം നടപ്പാക്കി വരുന്നത്. വലിയ മുതൽ മുടക്കിൽ ബിസിനസ് തുടങ്ങാനാകാത്ത സംരംഭകർക്കായി ഇവിടെ ഇലക്ട്രിസിറ്റി, വൈഫൈ അടക്കമുള്ള ശീതീകരിച്ച ഒരു ടേബിൾ സ്പേസ് ആണ് വളരെ കുറഞ്ഞ തുക മാത്രം ഈടാക്കി സംരംഭകരെ പ്രമോട്ട് ചെയ്യുന്നത്. മഹാനഗരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഇത്തരം കോ വർക്കിംഗ് സ്പേസ് സംവിധാനം ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർക്ക് വലിയ ആശ്വാസമാകുമെന്നും കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ബിസിനസ് വിപുലീകരണത്തിന് സഹായകരമാകുമെന്നും ശ്രീലക്ഷ്മി പറയുന്നു.
സ്റ്റാർട്ടപ്പുകളെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങനൊരു സ്പേസ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ ഇപ്പോൾ ഒരു ഓഫീസ് എടുത്ത് ഫർണിഷ് ചെയ്ത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വൈഫൈ ഒക്കെ ആയിട്ട് ഒരു ഓഫീസ് എടുക്കുമ്പോൾ ഭയങ്കര ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരും. സ്ത്രീകൾക്ക് അത്രയും സെക്യൂർഡ് ആയിട്ട് രാവിലെ വന്ന് എത്രയും സമയം വേണമെങ്കിലും ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വനിതാ സംരംഭകർക്ക് പ്രത്യേക പരിഗണനയും ഇളവും നൽകുന്നതോടൊപ്പം സെക്യൂരിറ്റി ഉൾപ്പെടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിരവധി പേരാണ് ശ്രീലക്ഷ്മിയുടെ ഈ പുതു സംരംഭത്തിൽ പങ്കാളികളായിരിക്കുന്നത്. കോവർക്കിംഗ് സ്പേസ് എന്ന ആശയവുമായി മുന്നേറുന്ന ശ്രീലക്ഷ്മി തൃശൂരിലെ യുവ സംരംഭകർക്ക് ഒരു വഴികാട്ടിയായി മാറുകയാണ്. TCV ന്യൂസ്, തൃശൂർ. TM ക്രിയേഷൻസിന്റെ ബാനറിൽ ഷാജി വിജയൻ, നിയാസ് കൊടുങ്ങല്ലൂർ എന്നിവർ നിർമ്മിച്ച് മണിലാൽ സംവിധാനം ചെയ്ത ഭാരതപ്പുഴ എന്ന സിനിമ തൃശൂർ ഗിരിജ തിയേറ്ററിൽ വെള്ളിയാഴ്ച പ്രദർശിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ ജൂറി അവാർഡും വസ്ത്രാലങ്കാരത്തിനുള്ള അവാർഡും നേടിയ സിനിമയാണ് ഭാരതപ്പുഴ. നിരവധി ദേശീയ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലുകളിലും സിനിമ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. സംവിധായകൻ മണിലാൽ, ചലച്ചിത്ര നടി സിജി പ്രദീപ്, ദിനേശ് ഏങ്ങൂർ, നളിനി ജമീല, രതി പതിശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ PTA നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ വിജയികളെ അനുമോദിച്ചു. ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 12 വിദ്യാർത്ഥികളാണ് അർഹത നേടിയത്. അനുമോദന യോഗം PTA പ്രസിഡന്റ് RH ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഇൻചാർജ് PM സബൂറ, ഹെഡ്മിസ്ട്രസ് VC ബോസ്, സ്റ്റാഫ് സെക്രട്ടറി PM മുഹസിൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് പങ്കെടുക്കാൻ വേണ്ടിയാണ് മദീഹ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നത്. റീന തോമസ് എന്ന കുന്നംകുളത്തിന്റെ മണ്ണും വിണ്ണുമൊക്കെ പാടുകയാണ്. പത്രമീഡിയകളിലൊക്കെ വളരെ പ്രാധാന്യപൂർവ്വം നമ്മുടെ സ്കൂളിൻ്റെ പേര് അച്ചടിച്ച് ഇന്നലെയും മിനിഞ്ഞാന്നുമായി പത്രങ്ങളിൽ വന്നിരുന്നു. അതിൻ്റെ കാരണക്കാരാണ് ഈ നല്ല മക്കൾ. അവർക്ക് വേണ്ടി നിറഞ്ഞ കയ്യടി കൊടുക്കുക. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA 34 തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം പെരിങ്ങോട്ടുകരയിൽ നടന്നു. മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. KSTA ജില്ലാ പ്രസിഡന്റ് ഡെന്നി K ഡേവിസ് അധ്യക്ഷത വഹിച്ചു. CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ, ചാടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CA നസീർ, മുൻ KSTA സംസ്ഥാന ട്രഷറർ TV മദനമോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. സാധാരണ സമ്മേളനങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എത്ര പണച്ചെലവ് വരും, എത്ര ബാധ്യത വരും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പഴുവിൽ യൂണിറ്റ് സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മോഹന സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷിമ്മി ശിവദാസ്, പീതാംബരൻ ഇയാനി, ഏരിയ ട്രഷറർ CR വിശ്വംഭരൻ, ഷാലി രവിരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യമായിട്ടാണ് തോന്നുന്നു പഴുവിലേക്ക് അവതരിക്കാൻ ക്ഷണിച്ചതും വളരെ ദിവസമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ 204 CPM ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉൽപ്പന്ന ശേഖരണത്തിന്റെ ഏറ്റുവാങ്ങൽ നടന്നു. ലോക്കൽ സെക്രട്ടറി M നന്ദീഷിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MS സിദ്ധൻ, TV സുനിൽകുമാർ, KM അഷറഫ്, P മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി പോട്ടയിലെ ജനങ്ങൾക്ക് കൃഷിക്കും കുടിവെള്ളത്തിനും ഏറെ പ്രയോജനപ്പെടുന്ന താണിപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ നാടിന് സമർപ്പിച്ചു. 1-ാം വാർഡിൽ 5 ഏക്കറോളം വരുന്ന പാറമടയിൽ നിന്നാണ് പദ്ധതിക്ക് വേണ്ട വെള്ളം പമ്പിംഗ് നടത്തുന്നത്. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ എബി ജോർജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു ചിറയത്ത്, ദീപു ദിനേശ്, ആനി പോൾ, കൗൺസിലർ ജിജി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടം, കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് നമ്മുടെ നാടിനെ. വടക്കാഞ്ചേരി ബ്ലോക്ക് തല AAM NQAS പരിശീലനം എരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സൂപ്രണ്ട് ടോണി പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി.
വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വിനോദസഞ്ചാരികളെ തടയുന്നതായി പരാതി. കാർ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങളിൽ എത്തുന്നവരെ പല കാരണങ്ങൾ പറഞ്ഞ് തിരിച്ചയക്കുകയാണെന്നാണ് പരാതി. ഇതുമൂലം വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രം കഴിഞ്ഞുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നവർക്കാണ് തടസ്സം അനുഭവപ്പെടുന്നത്. പൊതുമരാമത്ത് നിരത്തിൽ യാത്ര ചെയ്യുന്നത് വനപാലകർ അനുവദിക്കില്ലെന്നാണ് വിനോദസഞ്ചാരികൾ ഉന്നയിക്കുന്ന ആക്ഷേപം. അതേസമയം ഇത്തരം ആരോപണങ്ങൾ ശരിയല്ലെന്നും വാഴച്ചാൽ DFO അറിയിച്ചു. 2.5 മണിക്കൂറിനുള്ളിൽ മലക്കപ്പാറയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന നിബന്ധനയിൽ എല്ലാ വിനോദസഞ്ചാരികളെയും വാഴച്ചാലിൽ നിന്ന് കടത്തിവിടുന്നുണ്ട്. വൈകിട്ട് 6 മുതലാണ് യാത്രയ്ക്ക് നിരോധനമുള്ളത് എന്നും KSEBയുടെ സന്ദർശന അനുമതിയുള്ളവരെയും പെരിങ്ങൽകുത്ത്, ഷോളയാർ, അമ്പലപ്പാറ എന്നിവിടങ്ങളിലേക്കുള്ളവരെയും കടത്തിവിടുന്നതായും DFO അറിയിച്ചു. 3 പതിറ്റാണ്ടായുള്ള ജനങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് അന്തിക്കാട് കല്ലിടവഴി റോഡിലെ കൽവേർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 7 മീറ്റർ നീളത്തിൽ 1.5 മീറ്റർ വീതിയിലാണ് കൽവേർട്ട് പണിയുന്നത്. 1 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകും. കൽവേർട്ട് പണി കഴിയുന്നതോടെ പ്രദേശത്തെ വർഷങ്ങളായുള്ള വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകും. 2023-24 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 4 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കൽവേർട്ട് നിർമ്മിക്കുന്നത്. നിലവിൽ റോഡിനേക്കാൾ താഴ്ന്നാണ് കൽവേർട്ടുള്ളത്. പുതിയ കൽവേർട്ട് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ റോഡിൽ നിന്ന് 1/2 അടിയോളം ഉയരം വരും. കോടന്നൂർ മുതൽ പെരുമ്പുഴ പാലം വരെയുള്ള ഇറിഗേഷൻ കനാലിൽ കരിവാലി ചണ്ടി നിറഞ്ഞതിനാൽ നീരൊഴുക്ക് തടസ്സപ്പെടുന്നതായി പരാതി. മഴ ഒഴിഞ്ഞിട്ടും ഈ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. ഏനാമാക്കൽ റെഗുലേറ്ററിന് സമീപം വാട്ടർ ലെവൽ 75-ന് താഴെ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജലനിരപ്പ് സാധാരണ നിലയിലായിട്ട് പോലും പടവുകളിൽ നിന്നും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല. കരിവാലി ചണ്ടി ആഴത്തിൽ വേരുപിടിച്ചു കിടക്കുന്നതിനാൽ നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ടുവെന്ന് കർഷകർ പറഞ്ഞു. ഇതുമൂലം മനക്കൊടി, വാരിയം, വിളക്കുമാടം, കോൾപടവുകളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകാത്ത സ്ഥിതിയാണ് ഉള്ളത്. ഇറിഗേഷൻ വകുപ്പ് കരിവാലി ചണ്ടികൾ നീക്കം ചെയ്യാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7295 രൂപ, പവന് 58,360 രൂപ. വെള്ളി ഗ്രാമിന് 101 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3257 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മുൻതൂക്കം. നാട്ടികയിൽ UDFന് അട്ടിമറി ജയം. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ BJP സീറ്റ് നിലനിർത്തി. ചൊവ്വന്നൂർ പൂച്ചപ്പുള്ളി വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെയും കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുമായിരുന്നു പ്രതിഷേധം. ഏകാദശി പ്രഭയിൽ ഗുരുഭവനപുരി ദർശന പുണ്യം തേടി ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്ക്. തിരുവില്വാമല പുനർജനി നൂഴൽ ഭക്തിസാന്ദ്രമായി. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി നഗറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടു. കയ്പമംഗലം കാക്കാത്തുരുത്തിയിൽ 3 പേർക്ക് കടന്നൽ കുത്തേറ്റു. വടാനപ്പള്ളിയിൽ തെരുവുനായ ഓടിച്ചതിനെ തുടർന്ന് സൈക്കിളിൽ നിന്ന് വീണ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. കൊട്ടേക്കാട് മറിഞ്ഞ ബൈക്ക് വീണ്ടും ഓൺ ചെയ്യുന്നതിനിടെ തീപിടിച്ച് പൊള്ളലേറ്റ യുവാവ് മരിച്ചു. പേരാമംഗലം സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. കൊടകരയിൽ 23 കിലോ കഞ്ചാവുമായി മധ്യവയസ്കൻ പിടിയിൽ. പൂപ്പത്തി സ്വദേശി പൂപ്പത്തി ഷാജിയെയാണ് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.